ഇപ്പോൾ ശ്രീ പ്രകാശൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നക്കീരൻ മാസികയുടെ സീനിയർ ജേർണലിസ്റ്റാണ് ശ്രീ പ്രകാശൻ. പ്രകാശൻ, ഗുഡ് ഈവനിങ് പ്രകാശൻ. അവിടെ എന്താണ് ഇപ്പോൾ പ്രകാശൻ ആക്ച്വൽ സിറ്റുവേഷൻ? ആക്ച്വൽ സിറ്റുവേഷൻ വന്ന് ഇപ്പോൾ ഇനിയും പാനിക്കാണ്. ഇനിയും ഒരു മോർ ദാൻ 15 ഇനിയും അവര് ശ്വാസം മുട്ടലിലും മറ്റ് ICUയിലും ഇരിക്കുന്നു. ഓക്കെ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് കരുതുന്നത് പ്രകാശൻ? എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ് എങ്ങനെയെന്നാ, ഞങ്ങൾ കുറെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ റാലികൾ കണ്ടിട്ടുണ്ട് ചെന്നൈയില്, തമിഴ്നാട്ടില്. ഞാനൊരു 35 വർഷം പത്രക്കാരനാണ്. ഞാൻ നിറയെ കണ്ടിട്ടുണ്ട്. എല്ലാ റാലിയിലും എന്താവെന്ന് പറഞ്ഞാൽ അത് കേരളമായാലും തമിഴ്നാടായാലും ലീഡേഴ്സ് വന്നു പോവാനായിട്ട് ഒരു തനി റൂട്ട് ഉണ്ടാക്കും. പിന്നെ അവര് അഡ്രസ് ചെയ്യുന്ന ക്രൗഡിന് ഒരു തനി ആക്സസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒന്നുമില്ല. പ്രോഗ്രാം 8:15 മണിക്ക് പെർമിഷൻ ചോദിച്ചിരുന്നു തുടങ്ങാനായിട്ട്. അവര് കൊടുത്തത് 11 നിന്ന് 12 മണി വരെ പ്രോഗ്രാം എന്നാണ് പോലീസ് പെർമിഷൻ കൊടുത്തിരുന്നത്. പക്ഷെ 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിജയ് അവിടെ എത്തുന്നത്. പിന്നെ വിജയ് മുഴുവനും അതെങ്ങനെയെന്നാ ആ ക്രൗഡിനെ മൂലധനമാക്കി കാര്യം സാധിക്കുക എന്നാണ് അവരുടെ വിജയുടെ അപ്രോച്ച്. അങ്ങനത്തെ ഒരു അപ്രോച്ച് വരുമ്പോൾ അവര് സംസാരിക്കുമ്പോൾ ഒരു 5 പേര് അവിടെ മയങ്ങി വീണ ഉടനെ ഇവര് മുകളിലിരുന്ന് വെള്ള ബോട്ടില് മുകളിൽ നിന്ന് എടുത്ത് അടിച്ചു. ഇവര് ആ വെള്ളത്തിന്റെ ബോട്ടിലിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് 50 പേര്. ആ വെള്ളത്തിന്റെ ബോട്ടിൽ പിടിക്കാനാണ് ശ്രമിച്ചത് 50 പേര്. ഇത് അവിടെ ഇവർക്ക് റെസ്ക്യൂ ടീമുമില്ല, ഒന്നുമില്ല. ഇത് ഇങ്ങനെ ഒരു കോളിളക്കമായിട്ട് ഇങ്ങനെ ആഹ്ലാദമായിട്ട് അവര് വിജയെ അവര് ആർപ്പരിക്കുമ്പോൾ അതിന് ഉണ്ടാവുന്ന ടെലിവിഷൻ കവറേജ്, വലിയ ടെലിവിഷൻ കവറേജ് ആണ് ഇവിടെ. ഒരു 5 to 6 hours. പ്രകാശൻ, എനിക്ക് തോന്നുന്നത് ഇതിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ, സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ടില്ല TVKയും എന്നാണ്. ഇപ്പോൾ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു പോലീസ് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തു, പക്ഷെ TVK സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന്, അവർ ഫെയിൽ ചെയ്തു പോയി എന്ന്. അത് മാത്രമല്ല, ഞങ്ങളെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞങ്ങൾക്ക് എതിരായിട്ടു വർക്ക് ചെയ്യുന്നു എന്ന് കഴിഞ്ഞ പ്രചാരത്തില് വിജയ് ചാർജ് ചെയ്തിരുന്നു. ഞങ്ങളെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞങ്ങളെ ഒടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിജയുടെ ചാർജ്. അപ്പോഴേ ഒടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ചാർജ് ചെയ്തിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പോലീസ് കൊടുക്കുന്ന ഒരു നോംസിനെയും വകവയ്ക്കാതെ, മെഡിക്കൽ ടീം ഇല്ലാതെ 5 മണിക്കൂർ 6 മണിക്കൂർ ചുട്ടരിക്കുന്ന വെയിലില് ആൾക്കാരെ നിർത്തി അത് ഒരു ഷോ ആക്കി, അതങ്ങനെ ലൈവ് ആക്കി കണ്ട എന്റെ ആൾക്കാരെ, എന്റെ ബലം എന്താണെന്ന് കണ്ടാണെന്ന് ചോദിച്ചാൽ എന്ത് നടക്കും? അല്ലു അർജുന് തെലങ്കാനയില് പറയാതെ അവർ ഒരു ഷോവിന് വന്നതിന് ഒരു കൊച്ചോട് ചത്തു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോ വിജയ്ക്കെതിരെ പോലീസ് ആക്ഷൻ ഉണ്ടാവും അല്ലേ? പോലീസ് FIR ഉണ്ടാവും. താങ്ക് യു പ്രകാശൻ. താങ്ക് യു പ്രകാശ്. നക്കീരൻ മാസികയുടെ സീനിയർ ജേർണലിസ്റ്റ് ആണ്. നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് കീർത്തനാണ്. താങ്ക് യു പ്രകാശൻ. വി വിൽ കോൾ യു ലേറ്റർ. പ്രകാശൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വലിയ ആൾക്കൂട്ടം അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് TVKയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു സുരക്ഷാ മാനദണ്ഡവും ആ പ്രദേശത്ത് ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് കരൂർ നഗരത്തിന് തൊട്ടുപുറത്ത് റോഡിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. 10,000 പേരെ പ്രതീക്ഷിച്ചെങ്കിലും 4 മടങ്ങിലധികം ആളുകൾ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. വിജയെ കാണാൻ വേണ്ടിയാണ് എത്തുന്നത്. വിജയുടെ പരിപാടികളിലെല്ലാം തന്നെ ഒരു ടെലിവിഷൻ ഷോ ആക്കി മാറ്റാൻ അവരുടെ സംഘാടകർ ശ്രമിക്കും. പക്ഷേ വേണ്ടത്ര സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല.